ഇനി നമുക്ക് എടുക്കാനുള്ളത് കോസെറ്റ് ആൻഡ് ലിംഗ്വിസ്റ്റിക് തിയറം എന്ന് പറയുന്ന കേസാണ് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ് ഗ്രൂപ്പ് എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൈക്ലിക് ഗ്രൂപ്പ് എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഗ്രൂപ്പ്, ലെറ്റ് ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ബി എ ഗ്രൂപ്പ് ആൻഡ് എച്ച് ബി എനി സബ് ഗ്രൂപ്പ് ഓഫ് ജി. എച്ച് അതിന്റെ സബ് ഗ്രൂപ്പ് ആവണം എന്നുണ്ടെങ്കിൽ അത് എന്തും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം? എച്ച് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ജിയും കൂടി ആവണം അല്ലേ? അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് അത് സബ് ഗ്രൂപ്പ് ആവുക. അപ്പോൾ നമുക്ക് കോസെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് വിത്ത് ഓപ്പറേഷൻ സ്റ്റാർ മേ ബി എനി ഓപ്പറേഷൻ ആൻഡ് എച്ച് ബി എനി സബ് ഗ്രൂപ്പ് ഓഫ് ജി. എച്ച് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. ആൾസോ ലെറ്റ് എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ബി എനി എലമെന്റ് ഓഫ് ജി, ദെൻ എ സ്റ്റാർ എച്ച് ഈസ് ഈക്വൽ ടു എ സ്റ്റാർ എച്ച്, സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സബ് ഗ്രൂപ്പിലെ എലമെന്റ്. എച്ച് ഈസ് ആൻ എലമെന്റ് ഓഫ് എച്ച് ഈസ് കോൾഡ് ലെഫ്റ്റ് കോസെറ്റ് ഓഫ് എച്ച് ഇൻ ജി ജനറേറ്റഡ് ബൈ എ. എ വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെഫ്റ്റ് കോസെറ്റ് ആണ് ഈ ഒരു നൊട്ടേഷനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. എ സ്റ്റാർ എച്ച് ഈസ് ഈക്വൽ ടു എ സ്റ്റാർ എച്ച്. എച്ച് ഈസ് ആൻ എലമെന്റ് ഓഫ് എച്ച്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് തരത്തിലുള്ള കോസറ്റുകൾ ഉണ്ട്. ലെഫ്റ്റ് കോസറ്റും ഉണ്ട്, റൈറ്റ് കോസറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലായിരിക്കും നമ്മൾ ഈ എലമെന്റ് എഴുതുക. നമ്മൾ സെലക്ട് ചെയ്യുന്ന എലമെന്റ് എ എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ ജിയിലെ ഒരു എലമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ എ എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് എഴുതുന്നുണ്ടെങ്കിൽ എ സ്റ്റാർ എച്ച്, എച്ചിന്റെ ലെഫ്റ്റ് സൈഡിലാണ് എഴുതുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലെഫ്റ്റ് കോസെറ്റ്. ഇനി റൈറ്റിലാണ് എഴുതുന്നെങ്കിലോ ദാറ്റ് ഈസ് കോൾഡ് റൈറ്റ് കോസെറ്റ്. ഓക്കെ, ാണെങ്കിൽ ലെഫ്റ്റ് കോസെറ്റ് എന്നുള്ളതും അതേപോലെ സിമിലർലി എച്ച് സ്റ്റാർ എ, എച്ചിലുള്ള ജിയിലുള്ള ഒരു എലമെന്റ് ആണ് എ, ദെൻ എച്ച് എന്ന് പറയുന്ന സബ്സെറ്റ് ആണ്, സബ് ഗ്രൂപ്പ് ആണ് എങ്കിൽ എച്ച് സ്റ്റാർ എ ഇസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ എ. ഇവിടെ എ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. സോ റൈറ്റ് കോസെറ്റ് എന്നാണ് ഇതിന് പറയുക. ഈസ് കോൾഡ് ദ റൈറ്റ് കോസെറ്റ് ഓഫ് എച്ച് ഇൻ ജി ജനറേറ്റഡ് ബൈ എ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ വേണം? ഒരു ഗ്രൂപ്പ് വേണം, ഒരു സബ് ഗ്രൂപ്പ് വേണം, ഒരു എലമെന്റ് വേണം, ദെൻ ആ എലമെന്റിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു കോസറ്റിനകത്ത് വരുന്നത്. രണ്ട് തരത്തിൽ കോസറ്റ് ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. നമ്മൾ കോസറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഗ്രൂപ്പ് വേണം, ഒരു സബ് ഗ്രൂപ്പ് വേണം, ഒരു എലമെന്റ് വേണം. ആ എലമെന്റ് വെച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ദെൻ രണ്ട് തരത്തിൽ കോസറ്റ് ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഏതും ആവാം നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഒന്നെങ്കിൽ അത് അഡീഷൻ ആവാം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആവാം. ഇനി ലെഫ്റ്റ് കോസറ്റ് ആണ് നമ്മൾ അഡീഷന്റെ കേസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും അതിനെ നോട്ട് ചെയ്യുക. എ പ്ലസ് എച്ച് then is equal to h. a plus h is an element of capital H എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ റൈറ്റ് കോസെറ്റ് ആണ് ഇൻ കേസ് ഓഫ് അഡീഷൻ ഉള്ളത് എച്ച് പ്ലസ് എ എന്നുള്ള രീതിയിലാവും എഴുതുക. ഇനി ഡോട്ട് ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ എ ഡോട്ട് എച്ച് അല്ലെങ്കിൽ എ എച്ച് ഈസ് ഈക്വൽ ടു എ എച്ച്, ദെൻ എച്ച് ഈസ് ആൻ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എച്ച്. ഇനി റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എച്ച് എ, then h a, small letter h a, h is an element of h എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്ലസും ഡോട്ടും നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് എച്ച് സ്റ്റാർ എ എന്നുള്ള നൊട്ടേഷൻ നമ്മൾ കൊടുത്തത്. ഓക്കെ, ഇനി ഈ ഒരു ഡെഫിനേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കാം. നമുക്ക് ഈ ഗ്രൂപ്പ് ജിയിലുള്ള ഗ്രൂപ്പിലാണ് ലെഫ്റ്റ് കോസറ്റും റൈറ്റ് കോസറ്റും ഉള്ളത് ഓഫ് എച്ച് ഇൻ ജി. സോ നമുക്ക് എന്ത് പറയാം? ലെഫ്റ്റ് കോസറ്റും റൈറ്റ് കോസറ്റും സബ്സെറ്റ് ഓഫ് ദി ഗ്രൂപ്പ് ആണ് എന്ന് പറയാം. ഫോർ ഓൾ എ ഈസ് ആൻ എലമെന്റ് ഓഫ് ജി. എ എന്ന് പറയുന്നത് ജിയിലെ എലമെന്റ് ആണെങ്കിൽ ലെഫ്റ്റ് കോസറ്റും റൈറ്റ് കോസറ്റും ജിയിലെ എലമെന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ
ഇത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആവണമെന്നുണ്ടെങ്കിൽ ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? ക്ലോഷർ, ഐഡന്റിറ്റി, ഇൻവേഴ്സ് എന്നുള്ള 4 പ്രോപ്പർട്ടീസ്, അസോസിയേറ്റീവ് എന്നുള്ള 4 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി മേ നോട്ട് ദാറ്റ് ദ ഇ ഈസ് ദി ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ജി, ദെൻ ഇ സ്റ്റാർ എച്ച് നമുക്ക് അറിയാവുന്നതാണ്. ഐഡന്റിറ്റി എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ? ഇ സ്റ്റാർ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ ഇ ഇസ് ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റൈറ്റ് കോസറ്റും ലെഫ്റ്റ് കോസറ്റും എന്താണ്? എച്ച് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് കേസ്, ഒന്ന് ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് കോസറ്റും റൈറ്റ് കോസറ്റും ഉണ്ടെങ്കിൽ അത് രണ്ടും ആ ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. അതേപോലെ തന്നെ ഇ എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എച്ച് ആണ് അവിടുത്തെ ഐഡന്റിറ്റി എലിമെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതൊരു അബിലിയൻ ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. അബിലിയൻ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 4 പ്രോപ്പർട്ടിനോട് കൂടി കമ്മ്യൂട്ടേറ്റീവ് കൂടി സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? അപ്പോൾ കമ്മ്യൂട്ടേറ്റീവിന്റെ പ്രോപ്പർട്ടി എന്താണ്? എ സ്റ്റാർ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് കോസറ്റും റൈറ്റ് കോസറ്റും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ എച്ച് ഇറ്റ്സെൽഫ് ഈസ് ദ റൈറ്റ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അബിലിയൻ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ എ സ്റ്റാർ എച്ച് ആവുന്ന സമയത്ത് എച്ച് സ്റ്റാർ എ ഓർ സിംപ്ലി എച്ച് ആൻഡ് എച്ച് എ ഫോർ ഓൾ എച്ച് ഈസ് ആൻ എലമെന്റ് ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ അബിലിയൻ ഗ്രൂപ്പ് ആവുന്ന സമയത്ത് അത് രണ്ടും സിമിലർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ലെറ്റ് ജി ഈസ് ഈക്വൽ ടു സെഡ് പ്ലസ് ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു 2z, h equal to 0 plus or minus 2 plus or minus 4 etc. Then right coset of h in G R. അപ്പോൾ റൈറ്റ് കോസറ്റ് ആണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. ഇവിടെ z ആണ് നമുക്ക് തന്നിട്ടുള്ള സെറ്റ്. അപ്പോൾ z ലെ എലമെന്റ് ഏതൊക്കെ ആയിരിക്കും? z0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 3 അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകും അല്ലേ? അപ്പോൾ അതാണ് ഗ്രൂപ്പ്. ഇനി h എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 2z ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഇസഡിനോട് കൂടി 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 0 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 4 ആ രീതിയിൽ പോകും. അപ്പോൾ നമുക്കിവിടെ റൈറ്റ് കോസറ്റ് ഓഫ് എച്ച് ഇൻ ജി ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ റൈറ്റ് കോസറ്റ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു എലമെന്റ്, നമ്മളൊരു എലമെന്റിനെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിലുള്ള ഈ സെഡിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റിനെ നമ്മൾ സെലക്ട് ചെയ്തു. സോ ഫസ്റ്റ് നമ്മൾ 0 എന്നുള്ള എലമെന്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റൈറ്റ് കോസറ്റ് ആയതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ഓപ്പറേഷൻ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ഏതാണ് എടുക്കണേ? എച്ച് പ്ലസ് 0 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഈ തന്നിട്ടുള്ള എലമെന്റിനോട് കൂടി എല്ലാറ്റിനോട് കൂടി 0 ആഡ് ചെയ്യാം. അതാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ 0 പ്ലസ് ഓർ മൈനസ് 2 ദെൻ പ്ലസ് ഓർ മൈനസ് 4 അങ്ങനെ എക്സെട്ര അങ്ങനെ പോകും. പ്ലസ് ഓർ മൈനസ് 6 അങ്ങനെ ആ രീതിയിൽ പോകും. ഓക്കെ, അപ്പോൾ എന്താണ്? അത് തന്നെയാണ്, എച്ച് തന്നെയാണ് നമുക്ക് കിട്ടുക. എച്ച് പ്ലസ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ചിനോട് കൂടി 0 ആഡ് ചെയ്യുക. എച്ചിലുള്ള എലമെന്റിനോട് കൂടി 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എച്ച് തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എലമെന്റിനെ സെലക്ട് ചെയ്യുക. എച്ച് പ്ലസ് 1 എന്ന് പറയുന്ന എലമെന്റിനെ സെലക്ട് ചെയ്തു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ എച്ച് തന്നിരിക്കുന്ന എച്ചിനോട് കൂടി 1 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യുക. അപ്പോൾ 0 പ്ലസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് 1 പ്ലസ് ഓർ മൈനസ് 4 പ്ലസ് 1 അങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 5 അങ്ങനെ പോകും അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് എച്ച് തന്നെയാണ്. രണ്ടാമത്തെ സെറ്റിൽ നമുക്ക് കിട്ടിയത് എന്താണ്? ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ എച്ചിൽ നിന്ന് ഒരു ചേഞ്ച് ഉള്ള എലമെന്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ എലമെന്റ് 1 3 5 അതേപോലെ അതിന്റെ മൈനസ് സൈഡ് പോവുകയാണെങ്കിൽ -1 0 വരില്ല അല്ലേ? 0 വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. 0 ഇല്ലാത്ത ഒരു സെറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മളതിനെ ഒന്ന് ചെറുതാക്കി എഴുതുകയാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 3 അങ്ങനെ നമുക്ക് എഴുതി പോവാം. ഓക്കെ, ഇനി അടുത്ത ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് എടുക്കുക. അടുത്ത എലമെന്റ് 2 എന്നുള്ളത് എടുക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എച്ചിനോട് കൂടി 2 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടുത്ത ഒരു സെറ്റിനെ കിട്ടും. 0 പ്ലസ് 2 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് 2 അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എലമെന്റ് 0 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 4 പ്ലസ് ഓർ മൈനസ് 6 ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? എച്ച് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് കോസറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ എച്ച് പ്ലസ് 1 അതേപോലെ തന്നെ 1 പ്ലസ് എച്ച് ചെയ്തു.
എച്ച് പ്ലസ് ടു ടു പ്ലസ് എച്ച് എങ്ങനെ റൈറ്റ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും രണ്ടും സിമിലർ തന്നെയാണ്. വാല്യൂ കിട്ടുന്നത് സിമിലർ തന്നെ ആയിരിക്കും. എച്ച് പ്ലസ് വണ്ണും വൺ പ്ലസ് എച്ച് ആണെങ്കിലും രണ്ടും സിമിലർ വാല്യൂവിനെ ആയിരിക്കും കിട്ടുക. ഓക്കെ, റൈറ്റ് കോസെറ്റ് ചെയ്താലും ലെഫ്റ്റ് കോസെറ്റ് ചെയ്താലും നമുക്ക് ഈക്വൽ റിസൾട്ട് തന്നെയാണ് കിട്ടുക. ഇങ്ങനെ നമ്മളിപ്പോൾ റൈറ്റ് കോസെറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് രണ്ട് സെറ്റിനെയാണ് കിട്ടിയത്. ഏതൊക്കെയാണ് കിട്ടിയത്? എച്ച് പ്ലസ് സീറോ എന്ന് പറയുന്ന എച്ച് എന്ന് പറയുന്ന സെറ്റ് തന്നെ, അതേപോലെ എച്ച് പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു സെറ്റിനെ കിട്ടി. അതേപോലെ എച്ച് പ്ലസ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് എന്ന് പറയുന്ന, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എച്ച് തന്നെയാണ്, എച്ച് പ്ലസ് സീറോ എന്നുള്ളതും അതേപോലെ തന്നെ എച്ച് പ്ലസ് വണ്ണും. അപ്പോൾ റൈറ്റ് കോസെറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പ്ലസ് സീറോ അല്ലെങ്കിൽ എച്ച് ദെൻ എച്ച് പ്ലസ് വൺ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ഓൾ ദ കോസെറ്റ് ഓഫ് 3z ഇൻ ദ ഗ്രൂപ്പ് z പ്ലസ് ഇഫ് h3 is equal to -6 -3 0 3 6 അങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ 3z എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള സബ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ആദ്യം ലെഫ്റ്റ് കോസെറ്റ് ഫൈൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് എടുക്കുക അല്ലേ. ഈ h3, ഇപ്പോൾ ഇവിടെ h3 ആണ് നോട്ട് ചെയ്തത്, കാരണം 3z ആയതുകൊണ്ട് h3 എന്നുള്ളൊരു നൊട്ടേഷൻ, h എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാലും ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ 0 പ്ലസ് h3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓൾറെഡി ഉള്ള h3നോട് കൂടി 0 എന്നുള്ള വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? h3 തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്ത എലമെന്റ് എടുക്കുക. 1 പ്ലസ് h3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? -5 -2 1 4 7 10 ആ രീതിയിൽ പോകുന്ന ഒരു സെറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി അടുത്ത വാല്യൂ ആഡ് ചെയ്യാം. നമ്മൾ 2 പ്ലസ് h3 എന്ന് പറയുന്ന കേസ് എടുക്കുക. അപ്പോൾ -6 പ്ലസ് 2 -3 പ്ലസ് 2 ആ രീതിയിൽ അങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ -4 -1 2 5 8 ആ രീതിയിൽ പോകുന്ന ഒരു സെറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സെറ്റുകൾ കിട്ടി. ഇനി നമുക്ക് അടുത്ത എലമെന്റ് വെച്ച് ചെയ്ത് നോക്കാം. 3 വെച്ചിട്ട് ചെയ്യാം. 3 വെച്ച് ചെയ്യുമ്പോൾ -6 പ്ലസ് 3 -3 പ്ലസ് 3 -6 പ്ലസ് 3 -3 പ്ലസ് 3 അങ്ങനെ എക്സെട്ര പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ -3 0 3 6 9 ആ രീതിയിൽ പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു h തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാൽക്കുലേഷൻ ചെയ്യേണ്ടത് ശരിക്കും റിപ്പീറ്റേഷൻ വരുന്നത് വരെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും 3 പ്ലസ് h3 ചെയ്തപ്പോൾ നമുക്ക് h തന്നെയാണ് കിട്ടിയത്. എന്നാലും നമുക്ക് ഒന്നും കൂടെ അടുത്ത വാല്യൂ കൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം, അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളത്. 4 പ്ലസ് h3 ചെയ്യുമ്പോൾ നമുക്ക് -2 1 4 7 10 13 എന്നുള്ള വാല്യൂസ് തന്നെയാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ ചെയ്ത 1 പ്ലസ് h3 എന്ന് പറയുന്ന കേസ് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇനി അതേപോലെ തന്നെ 5 പ്ലസ് h3 ചെയ്യുമ്പോഴും നമുക്ക് റിപ്പീറ്റേഷൻ തന്നെയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് 6 പ്ലസ് h3 is equal to h3 എന്നുള്ള കേസ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ നമുക്ക് റിപ്പീറ്റേഷൻ വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? ഈ കാൽക്കുലേഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ 3 ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് h3 itself, 1 പ്ലസ് h3, 2 പ്ലസ് h3 ആൻഡ് അത്രയാണ് അല്ലേ. പിന്നെ 3 പ്ലസ് h3 ചെയ്യുമ്പോൾ അത് വീണ്ടും h തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. കിട്ടിയിരിക്കുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ h അല്ലെങ്കിൽ h3. നമ്മൾ h3 ആണ് നോട്ട് ചെയ്തത്, അതുകൊണ്ട് h3, 1 പ്ലസ് h3, 2 പ്ലസ് h3 ആണ് അല്ലേ. ഇനി ഇതിൽ നമ്മൾ ലെഫ്റ്റ് കോസെറ്റ് ചെയ്യുകയാണെങ്കിലും റൈറ്റ് കോസെറ്റ് ചെയ്യുകയാണെങ്കിലും ഈക്വൽ വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. 1 പ്ലസ് h3 is equal to h3 പ്ലസ് 1 തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം വാല്യൂ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോസെറ്റ്. ഓക്കെ, കോസെറ്റും റൈറ്റ് കോസെറ്റും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ അതിനെ എഴുതാം. 1 പ്ലസ് h3 is equal to h3 പ്ലസ് 1 ആയിരിക്കും. 2 പ്ലസ് h3 is equal to h3 പ്ലസ് 2. 3 പ്ലസ് h3 is equal to h3 പ്ലസ് 3. ഓക്കെ, ഇനി ഈ ഒരു പ്രോബ്ലം നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. കൺസിഡർ ദ ഗ്രൂപ്പ് z of integers under h on and the subgroup h is equal to -10, -5, 0, 5, 10 and 15, and considering the multiples of 5, find a and the coset of h in z and the index of h in z. ഇതൊക്കെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ പ്രോബ്ലം ചെയ്തിട്ട് നിങ്ങളത് എനിക്ക് അയച്ചു തരും.
ഓക്കെ, ഇതിൻ്റെ റൈറ്റ് കോസറ്റും ലെഫ്റ്റ് കോസറ്റും എന്താണെന്നുള്ളത് ഫൈൻഡ് ചെയ്യും.